എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇതെൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ഈ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കും, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിവേഴ്സിൻ്റെ ഈ ആഴ്ചയിൽ ഉള്ള അപ്പോൾ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സമയത്ത് നിന്ന് ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ടൈം ചേഞ്ച് ആവാൻ പോകണമെന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ ഭാഗ്യമൊക്കെ വരാൻ പോവാണ് നിങ്ങളിലേക്ക്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നല്ലതൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്, നിങ്ങളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഭൂമി വാങ്ങിക്കാനോ വിൽക്കാനോ അതിനെല്ലാത്തിനും ഒരു സമയമാണെന്നാണ് പറയണത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്യുവറായിട്ടുള്ള സ്നേഹം കിട്ടുമെന്നാണ് പറയണത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആണെങ്കിൽ കേട്ടോ. പിന്നെ നിങ്ങളിലേക്ക് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളിലേക്ക് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം. കൂടുതൽ ദേഷ്യം വരാതെ ഒരു ലൈഫിൽ ഏത് സാഹചര്യങ്ങളിലായാലും എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ദേഷ്യം കോപമൊന്നും വരാതെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം. റിലേഷൻഷിപ്പിലായാലും ശരി, മാരേജ് ലൈഫിലായാലും ശരി, എവിടെയായാലും ശരി, എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടൊരു സാധ്യത. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ അതിന് ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം. അതാണ് പറയുന്നത്. പിന്നെ ഏസ് ഓഫ് വാണ്ട് ഉണ്ട്. നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം ഉണ്ടാവാനാണ് പോണത്. നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ പോകുന്നുണ്ടായിരുന്നു, അത് നല്ലൊരു ചേഞ്ചാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോകണം. ജോബിലായാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാണ്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാ വശങ്ങളിലും ഇനി വിജയം. നിങ്ങളുടെ ജോലിയിലായാലും ശരി, നിങ്ങൾക്ക് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് വിജയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ എവിടെന്നെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്.
ഏതെങ്കിലും വഴിക്ക് ഒന്നില്ലെങ്കിൽ ജോലി ചെയ്താ, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് പൈസ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്ത പൈസ കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ചിട്ടി അടിച്ച് വീഴേ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടുമെന്നാണ് പറയണത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ട് പലർക്കും വന്നിട്ടുണ്ട് പൈസ. അപ്പോൾ ബിസിനസ്സിലായാലും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഇത്തിരി ഉയർച്ചയുണ്ടാകും. പ്രോഫിറ്റൊക്കെ ബിസിനസ്സിലായാലും ചെയ്യുന്ന ജോലിയിലായാലും നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വരും തന്നെയാണ് പറയണത് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് എന്താ ഇനി നല്ലൊരു നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ബന്ധത്തിലായാലും നല്ലൊരു നല്ല ബന്ധത്തിനുള്ളൊരു സാധ്യതയാണ് ഇനി പറയണത്. ഇനി എല്ലാ കാര്യത്തിലും വിജയം വരുന്നു. ഇനി നല്ല സന്തോഷവും ഭാഗ്യവും എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകണമെന്നാണ് പറഞ്ഞത്. ഒരു പുതിയൊരു യാത്രയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പുതിയൊരു യാത്രയ്ക്ക് ഒരു തുടക്കം എന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് നല്ലത് നിങ്ങളിലേക്ക് വരുന്നു. ഒരു പുതിയ ഇപ്പോൾ പ്രണയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു. നല്ലൊരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നു. ഒരു പവിത്രമായ ഒരു സ്നേഹബന്ധം നിങ്ങളിലേക്ക് വരണു എന്നാണ് പറയണത്. ഇപ്പോൾ ബിസിനസ്സിലായാലും നിങ്ങൾക്ക് നല്ല പുരോഗതിയാണ്, നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഗുണങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇനി സന്തോഷമൊക്കെ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു. നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ കവിഞ്ഞൊഴുകുന്നാണ് പറയണത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഇനി സന്തോഷം കവിഞ്ഞൊഴുകും. അത്രയും അധികം സ്നേഹം ഉണ്ടാവും എന്നാണ് പറയണത്. ഇനി നിങ്ങൾക്ക് മനസ്സിന് നല്ല സംതൃപ്തി ഉണ്ടാവുക, പ്രതീക്ഷകൾ നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. സംതൃപ്തി ആനന്ദവും എല്ലാം വരാം. മനസ്സിന് വളരെ സന്തോഷമാണ് ഇനി ആഴ്ചയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ബന്ധം, കുടുംബം, ജീവിതം ഇതെല്ലാം വളരെ സന്തോഷം സമാധാനമൊക്കെ നിറഞ്ഞതാവുമെന്നാണ് പറയുന്നത്. നല്ല നല്ല പ്രണയബന്ധങ്ങൾ വരാം. വളരെ സ്നേഹം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊക്കെ വളരെ സ്നേഹം ഉണ്ടാവും. അല്ലെങ്കിൽ വല്ല പുതിയ ബന്ധമൊക്കെ നിങ്ങളിലേക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. വളരെ സന്തോഷകരമായ സന്തോഷ സമാധാനവും അങ്ങനെ നല്ല നല്ല സൗഹൃദങ്ങൾ വരാം. എല്ലാം സന്തോഷമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഫാമിലിയിലായാലും വളരെ സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവാനായിട്ടൊരു സാധ്യത. ഫ്യൂച്ചറിലും നല്ല നല്ല ജീവിതമാണ് പറയുന്നത് നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിന് മാരേജ് നടക്കാനായിട്ടൊരു സാധ്യത. മാരേജ് പ്രൊപ്പോസൽ വരെ, മാരേജ് വരെ അതിനൊക്കെ നല്ല ദാമ്പത്യം ഉണ്ടാവുക, സന്തോഷം, സമാധാനം, ആഘോഷം, എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് നല്ല നല്ല മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ എന്താ പറയുക, എത്ര വലിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന പറയണം. നിങ്ങൾ നല്ല മൃഗങ്ങളോടൊക്കെ അത്യാവശ്യം പെറ്റിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളോടൊക്കെ വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല ധൈര്യമുള്ളൊരു വ്യക്തികളാണ്. കുറച്ചൊരു ഈഗോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ട്. നിങ്ങളുടെ ആ ധൈര്യം കൊണ്ടാണ് നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, എത്ര വലിയ പ്രോബ്ലങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങളൊരു ജെൻറ്റിലായിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്കെന്താ ഏറ്റവും ഫണ്ട് എന്തെങ്കിലും ഒരു ട്രാവൽ സൂചിപ്പിക്കുന്നുണ്ട്. എവിടേക്കെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സാധ്യതയാണ് പറയുന്നത്. കുറേ കാലം പോരാടിയതിന് ശേഷമുള്ളൊരു അതിന് ഇപ്പം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കുറേ വ്യക്തികൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ ഒരു ഐക്യം വരാണ്. കുറച്ച് പോരാടിയതിന് ശേഷമൊക്കെ ഉള്ളൊരു ഐക്യം ഇനി പ്രണയത്തിലാണ് പ്രണയമാണ് ഈ ആഴ്ചയിൽ മുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരാൻ പോകണമെന്നാണ് പറയണത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയണത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വന്ന് വിളിക്കാനോ നിങ്ങളെ വന്ന് കാണാനോ ഒക്കെ ഒരു സാധ്യതയാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താ, ടവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ്. ഒരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ലൈഫിൽ പുതിയൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും നിങ്ങളിലേക്ക് വരാനൊരു സാധ്യതയുണ്ട് കേട്ടോ. പുതിയൊരു ലൈഫാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാം നല്ല നല്ല കാര്യം. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം. ചാടയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. എന്തെങ്കിലും വല്ല തട്ടേ മുട്ടേ വീഴേ അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒന്ന് നിങ്ങളിലേക്ക്
നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട് ഈ ആഴ്ച. ഒന്ന് ശ്രദ്ധിച്ചാൽ അതും മാറ്റിവിടാവുന്നതേ ഉള്ളൂ. പിന്നെ പുതിയത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആരംഭിക്കുക. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നല്ല മാറ്റമാണ് ഇനി വരുന്നത്, നല്ല വളർച്ചയാണ് വരുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് വളരെ വിജയം ഉണ്ടാവും എന്നാണ് പറയണത്. ഇനി പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും, നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. നിങ്ങളുടെ കയ്യിലുള്ള പണമൊക്കെ ഉപയോഗിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. വിജയത്തിന് വേണ്ടിയൊക്കെ പരിശ്രമിക്കുക. നല്ല നല്ല നിങ്ങളുടെ കഴിവുകളൊക്കെ കണ്ടെത്തി പരിശ്രമിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ ലാഭം ഉണ്ടാകും. വളരെ നല്ലതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ എന്താ, ഇനി ഒരു ആഘോഷം വരണമെന്നാണ് നിങ്ങളിലേക്ക്. ഒരാഘോഷമാണ് വരുന്നത്. ഇപ്പോൾ കുട്ടികളില്ലാതെ ഇരുന്നായിരിക്കും ഒരു കുട്ടികളുണ്ടാവുക, ഒരു കുട്ടിയുടെ ജനനം ഉണ്ടാവുക. പിന്നെന്താ, ഒരു പഴയ സുഹൃത്തിനെ കിട്ടിയിട്ടൊക്കെ വളരെ സന്തോഷം ഉണ്ടാവാറ്. ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി തമ്മിൽ ഇത്തിരി അകന്നിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാം. റീയൂണിയൻ, പ്രിയപ്പെട്ട ഒരാളായിട്ട് വളരെ സന്തോഷകരമായൊരു പുനഃസമാഗമം ഉണ്ടാവുക. അപ്പോൾ സെലിബ്രേഷനൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഈ ആഴ്ച എന്തെങ്കിലും വളരെ നല്ലതാണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾ ഇത്തിരി പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ വളരെ മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണെന്ന് പറയുന്നത്. സ്വന്തം കുടുംബത്തിൻ്റെയൊക്കെ എല്ലാ മുഴുവൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു വ്യക്തികളാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത് നിങ്ങളെ. അപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഒന്ന് ശ്രദ്ധിക്കണം, വല്ലേ ഓടേ ചാടേ വീഴേ അതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വല്ല തട്ടേ മുട്ടേ വീഴേ എന്തെങ്കിലുമൊക്കെ അതിനൊരു ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഈ ആഴ്ചയിൽ. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നല്ലതാണ്. എല്ലാം നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ച തന്നെയാണ് വരുന്നത്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളിലേക്ക് വരുന്നു. റീയൂണിയൻ പറഞ്ഞു. വളരെ സന്തോഷമായിട്ടുള്ളൊരു ആഴ്ചയാണ് ഈ ആഴ്ച പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇതിൽ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുക. അതിൽ ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്തും തരണം കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്തത് എന്താണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.